പായസത്തിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പിസ്വാമീൻ്റെ പായസം കഴിക്കണം എന്ന് പറയുന്ന തൃശ്ശൂർക്കാരുണ്ട് കേട്ടോ. ആഘോഷം എന്തുമാവട്ടെ, തൃശ്ശൂരിൻ്റെ പായസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് അമ്പിസ്വാമി. ആ അമ്പിസ്വാമിയുടെ തറവാട്ടിലാണ് നമ്മളെന്നുള്ളത്. അവിടുന്ന് പായസം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പായസം എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാർക്ക് അമ്പിസ്വാമിയാണ്. പതിറ്റാണ്ടുകളുടെ രുചിപ്പെരുമയുടെ പാരമ്പര്യം ഉള്ളവർക്ക് 7 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന സംരംഭമാണ് കേട്ടത്. ഒരു പതിറ്റാണ്ടായി അമ്പിസ്വാമി ഉടവാങ്ങിയെങ്കിലും മക്കളിലൂടെ അമ്പിസ്വാമിയുടെ പായസപരിമ നിലനിൽക്കാനൊന്നും സാധാരണ ദിവസങ്ങളിൽ 200 ലിറ്റർ പായസം ഉണ്ടാക്കാറില്ല. പക്ഷേ വിശേഷ ദിവസങ്ങളിൽ ഓണത്തിനൊക്കെ 1500 മുതൽ 2000 ലിറ്റർ പായസം ഉണ്ടാക്കാറുണ്ട്. ഇത്രേ എല്ലാ ദിവസവും അമ്പിസ്വാമിയുടെ അടുക്കളയിൽ പായസം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ പായസം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും മസ്റ്റായും ട്രൈ ചെയ്യണം. നമ്മൾ പോയ സമയത്തോടെ അടപ്രഥമനും പരിപ്പ് പായസം ഉണ്ടായിരുന്നു. നമ്മൾ അടപ്രഥമൻ അങ്ങ് ട്രൈ ചെയ്തു. ഇറ്റ്സ് റിയലി നൈസ് ഗൈസ്, ഇറ്റ്സ് റിയലി മസ്റ്റ് ട്രൈ ഐറ്റം. നല്ല പോലെ ഇഷ്ടമായി. ആ പായസത്തിൻ്റെ ഫീൽ അത് ശരിക്കും അനുഭവിച്ചിട്ടോ. പോട്ട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. ഗൂഗിൾ മാപ്പിൽ അമ്പിസ്വാമി കാറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണാൻ കഴിയും. ട്രൈ ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും. പായസം നമ്മൾ ഗോതമ്പ് പായസം പറഞ്ഞാൽ ഗോതമ്പ് കഴിച്ചാലേ അത് ഗോതമ്പ് പായസം ഉള്ളൂ. പരിപ്പ് പായസമാണെങ്കിൽ പരിപ്പ് പായസം, സേമിയ പായസമാണെങ്കിൽ സേമിയ പായസം അറിഞ്ഞ് കഴിക്കണം.